Stay tuned to Kids Corner and set free from all tensions and worries. ടോം ഷൂട്ടി എൻ്റെ അങ്കിള് ഗൾഫിൽ നിന്നുണ്ടോന്നാ. എനിക്ക് വേണ്ട. ഓ, നിനക്കെന്ത് പറ്റി? മിഠായി കൊതിനാണല്ലോ. എന്നിട്ടിപ്പം എന്താ? ഞാൻ നോയമ്പാലത്ത് സ്വീറ്റ്സ് കഴിക്കില്ല. അതെങ്ങനെ? നോയമ്പാലത്തെ ഇറച്ചിയും മീനല്ലേ ഒഴിവാക്കണേ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഒഴിവാക്കേണ്ടതെന്ന് അമ്മാമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളുടെ ഉപവാസമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾ നല്ല സന്തോഷത്തോടെ ഉപവസിക്കും. അപ്പോൾ റെഡിയാണോ അതിന്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വചനവും സുഖജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവൻ. ഓക്കെ, ഇനി സുകൃത ജപം. ഈശോയെ, ഞങ്ങളുടെ ഈ കൊച്ചുപവാസം അങ്ങ് സ്വീകരിക്കണമേ. റിപ്പീറ്റ് ചെയ്യോ? ഈശോയെ, ഞങ്ങളുടെ ഈ കൊച്ചുപവാസം അങ്ങ് സ്വീകരിക്കണമേ. എന്തിനു വേണ്ടിയാണ് ആൻറ്റി നമ്മൾ നോമ്പ് നോക്കുന്നത്? ഉപവാസം അല്ലെങ്കിൽ നോമ്പെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഉപവാസം എന്ന് പറഞ്ഞ വാക്കിനെ തന്നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉപ പ്ലസ് വാസം, നമുക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ അടുത്തിരിക്കുന്നതിനാണ് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം ഇഷ്ടമുള്ള നമ്മളുടെ ഈശോയുടെ കൂടെ അടുത്തിരിക്കുന്നതിനാണ് ശരിക്കും യഥാർത്ഥമായിട്ട് ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നോമ്പെടുക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പുണ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാനും നമുക്കുള്ള കുറേ നന്മകൾ നമ്മൾക്ക് സൂക്ഷിക്കാനും അല്ലേ, അത് കാത്തു സൂക്ഷിക്കാനും പിന്നെ നമ്മൾ കുറേ പുണ്യങ്ങളിൽ വളരാനും ഉപരിപുണ്യത്തിലൊക്കെ വളരാനും വേണ്ടി നമ്മളെ ഉപവാസം നമ്മളെ സഹായിക്കും. ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യും നോമ്പ് കാലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കുറച്ചും കൂടെ പ്രകാശമുള്ളവരായിട്ട് മാറും. നമുക്ക് കുറേ ആത്മസംയമനം കിട്ടും. നമുക്ക് ചില മിതത്വവും ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുമ്പോൾ നമുക്കൊരു മിതത്വം കിട്ടും അല്ലേ, ഒരു ആത്മസംയമനം കിട്ടും. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രകാശമുള്ളവരായിട്ട് കൂടുതൽ നമ്മൾ ആത്മാവിൽ നിറയുന്നവരായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഉപവസിക്കുന്നത്. വിശുദ്ധരെല്ലാം അങ്ങനെ ഈശോയുടെ കൂടെ നടന്നവരായിരുന്നു, അങ്ങനെ ഉപവസിച്ചവരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൂടുതൽ പ്രകാശിതരായി കാണപ്പെട്ടത്. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനാണോ നമ്മൾ ഉപവാസം എന്ന് വിളിക്കുന്നത്? ശരിക്കും ഭക്ഷണം മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമല്ല ഉപവാസം. ശരിക്കും യഥാർത്ഥ ഉപവാസത്തെപ്പറ്റി യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ വിശക്കുന്നവരുമായിട്ട് ആഹാരം പങ്കുവയ്ക്കുന്നത്, ഭവനരഹിതനെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്, നഗ്നനെ ഉടുപ്പിക്കുന്നത്, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നത്, ഇതിനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപവാസം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഉപവാസത്തെപ്പറ്റി കേട്ടിരിക്കുന്ന ചിലതൊക്കെ മാറ്റിവെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരുതുകളുടെ ഒരു ലിസ്റ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ. ചിലരൊക്കെയെങ്കിലും ഈ നോയമ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഏതാണ്ടൊരു അവാർഡ് പടം പോലെയാണ് ചിന്തിക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് പോകുന്ന അല്ലേ, വളരെ സാഡായിട്ടുള്ള ഒരു സമയമാണ് നോമ്പുകാലം എന്നാണ് ചിലരുടെയെങ്കിലും മനസ്സിലൊക്കെയുള്ള ഒരു ചിത്രം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമുള്ള ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചില കാര്യങ്ങൾ വിശുദ്ധിക്ക് തുല്യമാവാൻ വേണ്ടി നമ്മളൊന്ന് ക്രമീകരിക്കുന്നതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഉപവാസം. അപ്പം അരുതുകളുടെ ലിസ്റ്റ് മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും കൂടെ ചിലപ്പം നോമ്പ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ ചിലപ്പം വീട്ടിൽ അമ്മ നമ്മളോട് ആദ്യത്തെ പ്രാവശ്യം പറയുമ്പോഴേ നമ്മൾ അനുസരിക്കാറുണ്ടോ? അപ്പോൾ നമ്മൾക്ക് നോയമ്പ് കാലത്ത് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ഒരു പ്രാവശ്യം എൻ്റെ അമ്മ ഒരു കാര്യം പറയുമ്പോഴേ ഞാൻ അനുസരിക്കും എന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിലുള്ള നമ്മുടെ ബിഹേവിയർ, നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും പരിഗണിക്കാനുള്ള നമ്മളുടെ ശ്രമങ്ങൾ, പിന്നെ ഈ നോമ്പ് കാലത്ത് നമ്മൾ കൂടെ നിന്ന് കുമ്പസാരിക്കുക. ചിലപ്പം ഒരു മാസത്തിലൊന്നായിരിക്കും ചിലപ്പോൾ കുമ്പസാരിക്കുന്നത്, പക്ഷെ കൂടെ കുമ്പസാരിക്കാൻ, അങ്ങനെയുള്ള ചില ചെയ്യാനായിട്ട് പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കലുകൾ മാത്രമല്ല, അല്ലെ ഭക്ഷണ സാധനങ്ങൾ മാത്രം മാറ്റിവെക്കാതെ ഇതുപോലുള്ള ചില കാര്യങ്ങളും കൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു നോമ്പ് കാലം കൊണ്ട് നമുക്ക് പുണ്യത്തിൽ വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ കുറച്ച് ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപവാസം എന്ന് പറയുന്നത്. ആൻറ്റി, ഈ ക്രിസ്മസിനും ഈസ്റ്ററിനും മാത്രമേ നാം ഉപവസിക്കാറുള്ളൂ? ഇല്ല, നമ്മൾ ക്രിസ്മസിനും ഈസ്റ്ററിനും മാത്രമല്ല നമ്മൾ നോമ്പ് നോക്കാറുള്ളത്. നമുക്ക് സഭയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 3 നോയമ്പുണ്ട്,
8 നോയമ്പുണ്ട്, 15 ദിവസത്തെ നോയമ്പുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള നോയമ്പുകളുണ്ട്. അപ്പം നമ്മൾ ശരിക്കും നമ്മളുടെ ഇടവകയിലെ പെരുന്നാളിന് മുന്നായിട്ട് തിരുനാളിന് നമ്മുടെ വിശുദ്ധയുടെയോ ഒക്കെ തിരുനാളുകൾക്ക് മുൻപായിട്ട് പലരും ഉപവസിക്കാറുണ്ട്, നോമ്പ് നോക്കാറുണ്ട്. അപ്പം ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ മാറ്റി വെക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ശരിക്കും ആ ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രം ഒന്ന് വായിക്കുക, അല്ല ആ വിശുദ്ധനെ പറ്റിയുള്ള ഏതെങ്കിലും ഒരു പുസ്തകം ഒന്ന് കളക്ട് ചെയ്യുകയും ആ വിശുദ്ധനെ പറ്റി ഒന്ന് വായിക്കുകയും എന്തൊക്കെ പുണ്യങ്ങളാണ് ആ വിശുദ്ധൻ അല്ലെങ്കിൽ ആ വിശുദ്ധ അഭ്യസിച്ചിരുന്നത്, അതൊക്കെ നമ്മളുടെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കാനാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം വലിയ നോയമ്പിൻ്റെ സമയങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും വചനം വായിക്കുമ്പോൾ ഈശോയുടെ പീഡാനുഭവങ്ങളെയാണല്ലോ നമ്മൾ കൂടുതലും ധ്യാനിക്കുക ആ ഒരു മാസങ്ങളിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള വചനങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്ന് എടുക്കുകയും ഒരു നമ്മൾ തീരുമാനിക്കുക ഒരു 50 ദിവസം നമ്മൾ ഈ ഒരു നോയമ്പ് പോകുമ്പോഴത്തേനും ഒരു 10 വചനമെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 വചനമെങ്കിലും നമ്മൾ വായിക്കും. എന്നിട്ട് നമ്മളത് മനഃപ്പാഠമാക്കുവാൻ തീരുമാനിക്കുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളെയൊക്കെ ചേർത്തിരുത്ത് നല്ല പേപ്പറിൽ വളരെ കളർഫുള്ളായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ആ വചനങ്ങളൊക്കെ എഴുതി വെക്കുന്നു, നമ്മുടെ വീടുകളിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നു. എന്നിട്ട് നമ്മളത് മനഃപ്പാഠമാക്കുന്നു. അങ്ങനെ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ നോമ്പ് കാലത്തെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം ക്രിസ്മസ് കാലത്തിലോ അല്ലെ ഈസ്റ്റർ കാലത്തിലോ മാത്രമല്ല, ഇതുപോലെ വിശുദ്ധരുടെ തിരുനാളുകളിന് മുമ്പായിട്ട് പിന്നെ ചിലരൊക്കെ അവർ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് പോലും ഒരു ദിവസത്തെ ഉപവാസം അല്ലെ ഒരു ഭക്ഷണം ഒരു നേരത്തെ മാറ്റിവെക്കുന്നു, അല്ലെ 3 ദിവസം ഉപവസിക്കുന്നു, 7 ദിവസം ഉപവസിക്കുന്നു. അങ്ങനെ പേഴ്സണലായിട്ടും ചെയ്യുന്നവരുണ്ട്. ഈ ഒരു നാളുകളിൽ മാത്രമല്ല നമ്മൾ ഉപവസിക്കുന്നത്. ആൻറ്റി, നമ്മൾ ഉപവസിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഉപവസിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പ്രയോജനങ്ങളുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവർക്കത് ഒത്തിരി നമ്മൾ പേഴ്സണലായിട്ട് അവർക്ക് വേണ്ടി ഉപവസിക്കുന്നതൊക്കെ ഒത്തിരി പ്രയോജനം ചെയ്യും. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിനവേ നിവാസികൾ നിനവേ ഇങ്ങനെ പാപം ഇങ്ങനെ പെരുകിയ സമയത്ത് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ അനുദപിച്ച് ഉപവസിച്ച് ഇതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും, അതായത് അവിടുത്തെ രാജാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചാക്കുടുത്ത് ചാരം പൂശി ഉപവാസം പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഉപവസിച്ചു. അങ്ങനെ നിനവേക്കെതിരെ കർത്താവ് നിശ്ചയിച്ച ശിക്ഷ തന്നെ മാറിപ്പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നമ്മൾ പേഴ്സണലി എടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരുമിച്ചെടുക്കുന്ന ഉപവാസത്തിന് വളരെ ശക്തിയുണ്ട്, വളരെ വലിയൊരു പ്രയോജനമാണ് സമൂഹത്തിന് മൊത്തം കിട്ടുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽക്കാർ വിദേശികളുടെ അടിമത്തത്തിൽ കഴിയുന്ന സമയമുണ്ട്. ആ ഒരു സമയത്തിൽ ഒരു സൈന്യാധിപൻ വന്നിങ്ങനെ രാജാവിനോട് പറയുന്നുണ്ട്, ഇവിടുത്തെ സ്വർണവും നിങ്ങളുടെ സാധന സാമഗ്രികളും എല്ലാം കണ്ടുകെട്ടാൻ പോവുകയാണ്, ഇതെല്ലാം ഞങ്ങൾ അപഹരിച്ചുകൊണ്ട് പോകാൻ പോവുകയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ആ സൈന്യാധിപൻ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തെ ആ പ്രധാന പുരോഹിതൻ ശരിക്കും ദൈവത്തിൻ്റെ മുൻപിൽ ശക്തമായിട്ട് നിലവിളിക്കുന്നുണ്ട്, ദൈവമേ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങി പ്രധാന പുരോഹിതൻ ശക്തമായിട്ട് നിലവിളിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് അവിടുത്തെ കുട്ടികളും അവിടുത്തെ സ്ത്രീകളും ആ നാട്ടിലുള്ള സകല മനുഷ്യരും ചാക്കുടുത്ത് ചാരം പൂശി അവർ ഒരുമിച്ച് ഉപവസിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെ ഇറങ്ങി വന്ന് ഈ സൈന്യാധിപനെ വധിച്ചുവെന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അപ്പം വിസിബിളായിട്ടുള്ള ചില റിസൾട്ടുകൾ പോലും നമ്മൾ ഉപവാസത്തിൽ കാണുന്നുണ്ട്. നമ്മളുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉപവാസം പ്രഖ്യാപിക്കാം. ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയത്തിയോ അനിയനോ കുർബാന സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുന്നു, അല്ലെ നമ്മുടെ കുഞ്ഞു കൊച്ചിനെ നമ്മൾ മാമോദീസായിക്ക് ഒരുങ്ങുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ കുറച്ചും കൂടെ വളരെ ഫ്രൂട്ട്ഫുൾ ആവാൻ വേണ്ടി, അല്ലെ കൂടുതൽ കൃപയിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും വരുന്നതിന് വേണ്ടി, അല്ലെ ഈ മാമോദീസ അല്ലെ ഈ നടക്കാൻ പോകുന്ന വിവാഹം അല്ലെ കുർബാന സ്വീകരണം ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി നമുക്കൊരു ദിവസം ഉപവസിച്ചാലോ എന്ന് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ചിന്തിക്കുക. അതൊക്കെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അല്ലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രതിസന്ധി, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അതായത് നമ്മുടെ കയ്യിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ ഇത് സാധ്യമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുടുംബത്തിൽ എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ഉപവസിക്കുന്നു. അങ്ങനെ ആ ഒരു തടസ്സങ്ങളെയൊക്കെ നമ്മൾ മാറ്റാൻ പോലും നമ്മളുടെ ഉപവാസത്തിന് ശക്തിയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ആ സമയം എല്ലാം മാറ്റിവെച്ച് എല്ലാ രീതിയിലും ഈശോയുടെ മുഖത്ത് നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്കിനാണ് മോശയും അനേകം പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അല്ലെ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, അവരുടെയൊക്കെ മുഖം കൂടുതലും പ്രകാശിച്ചത് ഈശോയുടെ അടുത്തിരുന്ന് അങ്ങനെ അവർ നോമ്പ് നോറ്റപ്പോഴാണ്, അവർ ഉപവസിച്ചപ്പോഴാണ്. നമ്മൾ ചിലപ്പം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി, വിശുദ്ധരൊക്കെ മിക്കവാറും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടി അവർ ഉപവസിച്ച് കരുണയുടെ ജപമാലകൾ ചൊല്ലി അല്ലെങ്കിൽ പ്രാർത്ഥനകൾ അനുഷ്ഠിച്ചും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് കാര്യത്തിന് വേണ്ടിയും നമുക്ക് വ്യക്തിപരമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ഉപവാസ കാലത്തും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു? ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ പ്രാവശ്യം സംസാരിച്ചപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിന് മുമ്പ് വചനവും സുഖർജപ്പോൾ ഏറ്റുപറയാം.
ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. ഓക്കെ, ഇനി സുഗർജപം. ഈശോയെ ഞങ്ങളുടെ ഈ കൊച്ചുപവാസം അങ്ങ് സ്വീകരിക്കണമേ. നല്ല ആക്ഷൻ സോങ് ആയിരുന്നോ? ഇഷ്ടായി? ഓക്കെ, അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അപ്പോൾ വചനവും സുഗർജപം ഏറ്റുപറയാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. ഓക്കെ, ഇനി സുഗർജപം. ഈശോയെ ഞങ്ങളുടെ ഈ കൊച്ചു ഉപവാസം അങ്ങ് സ്വീകരിക്കണമേ. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വാഴ്ത്തപ്പെട്ട ആൻറ്റി ഗ്വിൻ. കേട്ടിട്ടുണ്ടോ? ഇല്ല. 1911 ജനിച്ചത് ഫ്രാൻസിൽ. ചെറുപ്പം മുതലേ നല്ല ദൈവഭക്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആൾ നല്ല വാശിക്കാരിയായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയായിരുന്നു. കുറച്ച് അസൂയയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ചെറുപ്പത്തിൻ്റേതായ എല്ലാ പ്രോബ്ലംസും കൊച്ചിനുണ്ടായിരുന്നു. ഇവളുടെ അപ്പൻ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇവൾക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അപ്പം 4 സഹോദരങ്ങൾ കൂടിയുണ്ട് ഇവൾക്ക്. ആ സമയത്താണ് അപ്പൻ മരിക്കുന്നത്. അമ്മ വളരെ വേദനയോടുകൂടി ഇവളോട് പറഞ്ഞ്, മോളെ നീ നേരത്തെ ഉള്ളതുപോലെ ആയിരിക്കരുത്. അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ നിൻ്റെ പിടിവാശിയും അതുപോലെ ദേഷ്യ സ്വഭാവവും ഒക്കെ മാറ്റി നല്ലൊരു കുഞ്ഞായിട്ട് വളരണം എന്ന് പറഞ്ഞു. അപ്പം അമ്മയോട് ഭയങ്കര സ്നേഹമാണ് ഇവൾക്ക്. അങ്ങനെ അന്ന് മുതൽ അവൾ അതിനു വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങി. പരിശ്രമം കൊണ്ട് എന്തും സാധിക്കും എന്നുള്ള അറിയാമോ നിങ്ങൾക്ക്? പ്രാർത്ഥനയും പരിശ്രമവും. ആ സ്വഭാവം ആകെ മാറി. അനിയത്തിമാരോടും അനിയനോടും ഒക്കെ വളരെ സ്നേഹമായിട്ട് അവൾ പെരുമാറാൻ തുടങ്ങി. അവളുടെ ആ ദൂഷ്യ സ്വഭാവം ഉണ്ടായിരുന്നതൊക്കെ കളഞ്ഞു. 5 വയസ്സായപ്പോൾ ഇവൾക്ക് തോന്നി, എനിക്ക്
കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണമെന്ന്. ആദ്യ കുർബാനയ്ക്ക് മറ്റുള്ള കുട്ടികൾ ഒരുങ്ങണ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൾക്കും അതിനാഗ്രഹം തോന്നി. അപ്പോൾ അന്ന് 5 വയസ്സിലൊന്നും കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പഠിപ്പിച്ചിരുന്ന ആ സിസ്റ്റേഴ്സ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മെത്രാനോട് പറയാം, മെത്രാൻ അതിനുള്ള അവസരം തരും എന്ന് പറഞ്ഞ് മെത്രാനോട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 5 വയസ്സിൽ എങ്ങനെ കുർബാന സ്വീകരിക്കണത്, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞ് അവൾ 5 വയസ്സിൻ്റെ ആ പ്രായം കൊണ്ടല്ല, അവൾക്ക് നല്ല എല്ലാം നന്നായിട്ട് അറിയാം. അവർ റെക്കമെൻഡ് ചെയ്ത് അപ്പോൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, ഒരു അച്ഛനെ ഞാൻ അതിനിടപാട് ചെയ്യാം. അച്ഛൻ ഇവളോട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് അവൾ ഒരുങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് മെത്രാൻ പറഞ്ഞു. അപ്പോൾ ഇവരത് സമ്മതിച്ച് അപ്പോൾ ആ വൈദികൻ വന്ന് ഇവളോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവളെ എല്ലാം നന്നായിട്ട് മറുപടി പറയുകയാണ്. അപ്പോൾ ഇവൾ ശരിക്കും ഒരുങ്ങിയിട്ടുണ്ട്, കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് അപ്പോൾ കൂടുതൽ കടുപ്പമുള്ള ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അച്ഛൻ ചോദിച്ച്, മോളെ നിൻ്റെ ഏറ്റവും വലിയ തെറ്റെന്താണ്, ഏറ്റവും വലിയ പാപം ഏതാണ്? അപ്പോൾ അവൾ പറഞ്ഞ് അനുസരണക്കേടും അഹങ്കാരവുമാണ് എൻ്റെ ഏറ്റവും വലിയ പാപം. പിന്നെ ചോദിച്ച് ഈശോ അനുസരിച്ചത് എവിടെയാണ്, ഈശോ അനുസരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾ പറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ. ഏത് വാക്കിലാണ് കൂടുതൽ അനുസരണയുള്ള വാക്ക് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അത് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്നതാണ് ആ അനുസരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശരിയായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു. അപ്പോൾ വലിയ സന്തോഷം തോന്നി അച്ഛന്. അച്ഛൻ ചെന്ന് പറഞ്ഞ് അവൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, അവൾക്ക് കുർബാനയ്ക്ക് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആദ്യ കുർബാന സ്വീകരിച്ചു. ആദ്യ കുർബാന സ്വീകരിച്ചതോടുകൂടി അവളുടെ സ്വഭാവത്തിന് ആകെ നല്ല മാറ്റം. അവൾ ആരെയും കളിയാക്കുകയോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് പറയുകയോ ഒന്നും ചെയ്യില്ല. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്ത് അവരെ സഹായിക്കാനും അവൾക്ക് വലിയ ഉത്സാഹമായിരുന്നു. ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടാണ് അവൾ വളർന്നു വന്നത്. അപ്പോൾ ഒരിക്കൽ ഇവൾക്ക് അസുഖം ബാധിച്ച്, മെനഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ രോഗമാണ്. കട്ടിൽ നിന്ന് എഴുന്നേക്കാനേ പറ്റില്ല, അത്രമാത്രം വലിയൊരു രോഗത്തിനടിമയായി. അപ്പോൾ പലരും വന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, രോഗസൗഖ്യത്തിന് വേണ്ടി. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം ഇവൾ ഒന്നുകൂടി കൂട്ടിച്ചേർക്കും, എല്ലാ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തണേ ഈശോയെ എന്ന് ഇവളുടെ പേർക്കൊരു പ്രാർത്ഥന വേറെ. അങ്ങനെ ഇവൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവളുടെ സഹനം എല്ലാം രോഗികൾക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയൊക്കെ കാഴ്ചവെക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 1911 ജനിച്ചത്, 22 ഈ രോഗം മൂലം തന്നെ അവൾ മരിക്കുന്നതിന് ഏതാണ്ട് സമയം ഒരു അരമണിക്കൂർ മുൻപ് ഇവളെ ശുശ്രൂഷിച്ചിരുന്ന സിസ്റ്ററിനോട് പറഞ്ഞ്, സിസ്റ്ററെ ഞാൻ എൻ്റെ മാലാഖമാരോട് കൂടാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ എൻ്റെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും ഒക്കെ നിങ്ങളുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി മരിച്ചു. പെട്ടെന്ന് തന്നെ 1990 അവളെ വാഴ്ത്തപ്പെട്ടവളെന്ന് സഭ പ്രഖ്യാപിച്ചു. കണ്ടതുപോലെ നമുക്ക് ഈ നോമ്പ് കാലത്തും ഇങ്ങനെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒന്ന് സഹായിക്കാൻ ശ്രദ്ധിക്കാം. ശ്രമിക്കോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഉപവാസത്തെക്കുറിച്ച് നിങ്ങൾ കുറേ അറിഞ്ഞു അല്ലേ? ഉപവാസം ഇനി സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ നമുക്ക് വചനം സ്വീകരിച്ചപ്പോൾ ഒന്നും കൂടെ ഏറ്റു പറയാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം.
കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. ഓക്കെ, ഇനി സുഹൃജപം. ഈശോയെ, ഞങ്ങളുടെ ഈ കൊച്ചു ഉപവാസം അങ്ങ് സ്വീകരിക്കണമേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.